നമ്മളിപ്പോൾ അടുത്ത് നോക്കാൻ പോകുന്നത് ടെക്സ്റ്റ് ടു സ്പീച്ച് ആണ്. അത് രണ്ട് തരത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്ന് ഓഫ്ലൈൻ ആയിട്ട് എങ്ങനെയാണ്, ഓൺലൈൻ ആയിട്ട് എങ്ങനെയാണ്, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണ് എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓഫ്ലൈൻ ആയിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഓൾറെഡി ഇൻബിൽട്ട് ആയിട്ടുള്ള എഞ്ചിൻ വെച്ചിട്ട് ആണ് ഇത് റൺ ചെയ്യിക്കുക. അതായത് അതിൻ്റെ ഒരു ലൈബ്രറി ഉണ്ട്. ആ ലൈബ്രറി നമ്മുടെ ലാപ്ടോപ്പിൽ ഇൻബിൽട്ട് ആയിട്ടുള്ള എഞ്ചിൻ വെച്ച് ടെക്സ്റ്റ് ടു സ്പീച്ച് കൺവേർട്ട് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് PYTTSX3 എന്നുള്ള ലൈബ്രറി. ഭയങ്കര വൃത്തിയുടെ പേരാണെങ്കിലും സ്പെല്ലിംഗ് ഏറ്റിട്ടുണ്ടെങ്കിൽ പണി പാടും. അപ്പോൾ ഇതാണ് നമ്മുടെ, ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ നിന്ന് വീഡിയോ ഡൗൺലോഡ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എങ്ങനെ ഡൗൺലോഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടാവും വിചാരിക്കും ഞാൻ. പിപ്പ് ഇൻസ്റ്റാൾ ഇതെന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ ആദ്യം പോയിട്ട് നിങ്ങൾ ഈ സാധനം കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് കമാൻഡ് പ്രോംപ്റ്റിൽ പോയിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ അതിൻ്റെ ഇൻസ്റ്റാൾ ആവും. നിങ്ങളുടെ നെറ്റ് അനുസരിച്ച് ഉണ്ടാവും കേട്ടോ ഇൻസ്റ്റാൾ ആവുന്ന സ്പീഡ്. കണ്ടോ എൻ്റെ ഓൾറെഡി സാധനം ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം വേണമെങ്കിൽ പറഞ്ഞുതരാം. ഇതിൽ പിപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഇൻസ്റ്റാൾ ആയ ചില കാര്യങ്ങൾ ഔട്ട്ഡേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അത് അപ്ഗ്രേഡ് ചെയ്യാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ എടുത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അപ്ഗ്രേഡ് ആയിക്കോളും. ഉള്ളത് ഏതാണോ അതിന് അടുത്ത വേർഷനിലേക്ക് അപ്ഗ്രേഡ് ആവും, പുതിയ വേർഷൻ വന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത് ശരിയായില്ലേ? ഇതിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ അടുത്ത് നോക്കാൻ പോകുന്നത് എങ്ങനെ വർക്ക് ചെയ്യിക്കാന്നാണ്. ഇപ്പോൾ ഞാനൊരു ഒരു PY ഫയൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഓൾറെഡി. ആകെ എത്ര 5-6 ലൈനേ ഉള്ളൂ. അപ്പോൾ എല്ലാം നോക്കാം, സെറ്റാക്കാം നമുക്ക്. അത് നമ്മൾ ഈ ഇമ്പോർട്ട് ചെയ്ത സാധനം, പിന്നെ textample.txt എന്നുള്ള ഫയൽ ഞാൻ ഓപ്പൺ ചെയ്തു. ഹോൾ ഈക്വൽ ടു ഫയൽ ഡോട്ട് റീഡ് എഞ്ചിൻ ഈക്വൽ ടു pyttsx3.int എന്നുള്ള, നമ്മൾ എത്ര ആൾക്കാർ ഗിറ്റ് ഉപയോഗിക്കണമെന്ന് അറിയില്ല. അതിൽ നമ്മൾ git.init എന്ന് അടിക്കില്ലേ, അതേപോലെ തന്നെയാണ് ഇതും. വെറുതെ ഒരു എഞ്ചിൻ ഇനിഷ്യലൈസ് ചെയ്യുകയാണ്, അങ്ങനെ വിചാരിച്ചാൽ മതി നിങ്ങൾ. അപ്പോൾ ഇവിടെ ഇപ്പോൾ വേറെ ഇത് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ, എഞ്ചിൻ എന്നുള്ളതിൽ ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചെന്നുള്ളൂ. അപ്പോൾ നമ്മളത് ഇനിഷ്യലൈസ് ചെയ്തു. എന്നിട്ട് എഞ്ചിൻ ഡോട്ട് സേ ഹോൾ എന്ന് കൊടുത്തു. അപ്പോൾ ഈ ഫയൽ നമ്മൾ റീഡ് ആക്കി വെച്ചിങ്ങനെ ഫുള്ള് ഈ ടെക്സ്റ്റാമ്പിളത്തെ ഫയൽ മൊത്തം റീഡ് ആവും. എഞ്ചിൻ ഡോട്ട് റൺ ആൻഡ് വെയിറ്റ് പറയുമ്പോൾ ഇത് റൺ ചെയ്യുമ്പോൾ ആ ഫംഗ്ഷൻ ഓടിക്കൊണ്ടിരിക്കണം. അതായത് സിൻടാക്സ് ആണ്. അതിൽ നമ്മൾ ആ ലൈബ്രറിയിൽ പോയി നോക്കുമ്പോൾ അത് എങ്ങനെ ചെയ്യേണ്ടെന്നും അതിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് കാണാം. ഞാൻ ഇപ്പോൾ PTX നോക്കുമ്പോൾ കണ്ടോ അതിനെ കുറിച്ച് ഡീറ്റെയിൽസ് ഇതിൽ കാണിക്കുന്നുണ്ട്. കണ്ടോ ഇതിൽ ഫുള്ള് ആയിട്ട് എങ്ങനെയാണ് ചെയ്യണമെന്നൊക്കെ സംഭവം ഇതിൽ കാണിക്കുന്നുണ്ട്. കണ്ടോ ഇതൊക്കെ നോക്കുക. അത് നോക്കുമ്പോൾ കൂടുതൽ ഐഡിയ കിട്ടും. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത് നോക്കുമ്പോൾ ഞാൻ ടെക്സ്റ്റാമ്പിൾ എന്നുള്ള TXT എന്നുള്ള ഫയൽ കാണിച്ചു തരാം. ഇതാണ് ടെക്സ്റ്റാമ്പിൾ. നമ്മുടെ ഡീമൻസ് ഉള്ള ഇമാജിൻ ഡ്രാഗൺസിന്റെ പാട്ടിന്റെ ലിറിക്സ് ആണിത്. അത് ഞാൻ വെറുതെ ഇതിലേക്ക് പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ കമ്പ്യൂട്ടർ കൊണ്ട് പാടിക്കുമ്പോൾ എത്ര വൃത്തികേടായിട്ടാണ് പാടുന്നത് നമുക്ക് കാണാം. ആദ്യം നമ്മൾ PYTTX3 വെച്ചിട്ടാണ് ചെയ്യുന്നത്. അത് നമുക്ക് റൺ ചെയ്ത് നോക്കിയേക്കാം. ഇതാണ് സംഭവം. ഞാൻ അത് റൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിന്റെ വീഡിയോ ഞാൻ വേറെ കേൾപ്പിച്ചു തരാം. When the days are cold and the cards all fold, and the saints we see are all made of gold, when your dreams all fail and the ones we hail are the worst of all and the bloods run stale, I want to hide the truth, I want to shelter you, but with the beast inside, there's nowhere we can hide. No matter what we breed, we still are made of greed. This is my kingdom come, this is my kingdom come. When you feel my heat, look into my eyes. It's where my demons hide, it's where my demons hide. Don't get too close, it's dark inside. It's where my demons hide, it's where my demons hide. At the curtain's call is the last of all. When the lights fade out, all the sinners crawl. So they dug your grave and the masquerade will come calling out at the mess you've made. അപ്പോൾ നിങ്ങൾ PY മറ്റേ സംഭവം അത് വെച്ചിട്ട് എങ്ങനെയാണ് ഇത് റൺ ചെയ്യിക്കുക, എങ്ങനെ ടെക്സ്റ്റ് ടു സ്പീച്ച് ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലായി ചേക്കണം. അടുത്ത് നമ്മൾ നോക്കാൻ പോണ ഗൂഗിൾ ടെക്സ്റ്റ് ടു സ്പീച്ച് ആണ്. അത് ഒരു അവരുടെ എഞ്ചിൻ വെച്ചിട്ടാണ്, ഗൂഗിളിൻ്റെ ട്രാൻസ്ലേഷൻ എഞ്ചിൻ വെച്ചിട്ടാണ് ചെയ്യണത്. അപ്പോൾ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആണ്. നമ്മൾ പറയണത് കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും. കാരണം അത് ഓൺലൈനാണ്, അവരുടെ സിങ്ക്രണൈസേഷൻ വെച്ചിട്ടല്ല ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാവും. അതിനനുസരിച്ച് കുറച്ചും കൂടി നന്നായിട്ട് കിട്ടും. പക്ഷെ പ്രശ്നമുണ്ട്, ഇത് ഓൺലൈനാണ്, ഓഫ്ലൈനായിട്ട് വർക്കാവില്ല. അപ്പോൾ പിന്നെ മാത്രമല്ല അതിൽ നമ്മളിപ്പോൾ ഇമ്പോർട്ട് OS എന്ന് കൊടുക്കുന്നതിൻ്റെ കാരണം നമ്മൾ വേറൊരു XE ഫയൽ ഉപയോഗിച്ചിട്ടാണ് ഇത് റൺ ചെയ്യുക. അതായത് നമ്മൾ GTTX ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു MP3 ഫയലായിട്ടാവും അത് റിട്ടേൺ ചെയ്യാം. നമുക്ക് ആ MP3 ഫയൽ കിട്ടും. നമ്മൾ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ചൊരു .mp3 എന്നുള്ള ഫയലിൽ നമുക്കത് സംഭവം കിട്ടും. പക്ഷെ ആ .mp3 എന്നുള്ള ഫയൽ നമ്മൾ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ mpg321.exe എന്നുള്ള ഫയലും കൂടി ഉപയോഗിക്കും. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ആദ്യം പോയിട്ട് ചെയ്യേണ്ട ഏതൊക്കെയാണ് ഓൾറെഡി നമുക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും സംഭവം എന്താണെന്ന്. നമ്മളിപ്പോൾ GTTX നോക്കുമ്പോൾ ആദ്യം GTTX എടുത്തിട്ട് അതിനെ കുറിച്ചിട്ട് നോക്കുക, ഇതിനുള്ള സംഭവങ്ങളൊക്കെ നോക്കുക. നോക്കിയതിന് ശേഷം ഇതിൻ്റെ കോഡൊക്കെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുമ്പോൾ
പിന്നെ ഉള്ളത് മൈ MPY G23211000 ആണ്. അതിൽ നമ്മൾ വിൻഡോസിന് വേണ്ടിയിട്ട് ഇതിന്ന് ഇതാണ് MPG321 വെബ്സൈറ്റിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യണം. അതിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്കൊരു സംഭവം കിട്ടും. അതായത് MPG321.exe എന്നുള്ള ഫയൽ കിട്ടും. അത് ഇത് ഏതാണോ നമ്മൾ ചെയ്യാൻ പോണ ഡയറക്ടറി അതിൽ ഇത് കോപ്പി ചെയ്തിടുക. കോപ്പി ചെയ്തിട്ടതിന് ശേഷം ഈ കോഡ് റൺ ചെയ്താൽ മതി. നമ്മളിപ്പോൾ ആദ്യം എന്തൊക്കെ ചെയ്യാൻ നോക്കാം. ആദ്യം നമ്മൾ പഴയ സംഭവം തന്നെയാണ്, അതേ ലിറിക്സ് കൊടുത്തു അതിനെ വേറൊരു വേരിയബിൾ സ്റ്റോർ ചെയ്തു. പിന്നെ ഇതൊക്കെ കമന്റ്സ് ആട്ടോ. ഞാൻ കമന്റ്സ് കൊടുത്ത് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമില്ല. ഇത് കമന്റ്സ് ആണ്. അതായത് ഇത് റൺ ചെയ്യുമ്പോഴൊന്നും ഇത് ഏതെങ്കിലും ആൾക്കാർ നമ്മുടെ കോഡ് റീഡ് ചെയ്യുമ്പോഴൊക്കെ കമന്റ്സ് കാണാൻ വേണ്ടിയിട്ടുള്ളതാണ്. സത്യം പറഞ്ഞെങ്കിൽ നിങ്ങൾ ഈ സാധനം ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കണം. കാരണം വേറൊരാൾ വന്നിട്ട് നിങ്ങളുടെ കോഡ് പെട്ടെന്ന് കാണുമ്പോഴോ നിങ്ങൾ ഭാവിയിൽ കുറച്ച് കാലം കഴിഞ്ഞിട്ട് നിങ്ങളുടെ കോഡിനെ കാണുമ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ കമന്റ്സ് ഉപയോഗിക്കാം. അപ്പോൾ എന്തിനൊക്കെ ചെയ്യണമെന്ന് നമുക്കവരുടെ ഭാഷയിൽ എഴുതി വയ്ക്കാം. എന്നിട്ട് ലാംഗ്വേജ് കൊടുത്തിട്ട് നമ്മൾ അതിലേക്ക് ആർഗ്യുമെന്റ്സ് ഒക്കെ കൊടുക്കുകയാണ്. GTDXലേക്ക് ടെക്സ്റ്റ് പിന്നെ ലാംഗ്വേജ് സ്ലോ ഈക്വൽ ടു ഫാൾസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഫാസ്റ്റ് ആവും. സ്ലോ ഈക്വൽ ടു ട്രൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി സ്ലോ ആവും. പിന്നെ അത് സേവ് ചെയ്യണത് welcome.mp3 എന്നുള്ളതിൽ സേവ് ചെയ്യണം. പിന്നെ MPG321 പിന്നെ welcome.mp3 എന്നുള്ള സംഭവം ഇതാണ് ഇപ്പോൾ സാധനം ഉള്ളത്. ഞാൻ ഇപ്പോൾ ഇതിൽ welcome.mp3 ഡിലീറ്റ് ചെയ്യും. ഓവർ റൈറ്റിൻ്റെ വല്ല പ്രശ്നം വന്നിട്ട് അത് ഡിലീറ്റ് ചെയ്തു. ഇത് ഓൾറെഡി ഞാൻ മുമ്പ് കമ്പൈൽ ചെയ്താണ്. എന്നിട്ട് ഞാൻ ആ സെയിം സാധനം ഇപ്പോൾ റൺ ചെയ്യാണ്. നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിരിക്കണം. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന OSന്റെ കമാൻഡാണ് കേട്ടോ. OS.system എന്നുള്ളത് നമ്മുടെ OS ഡയറക്റ്റ് ആയിട്ട് കൺട്രോൾ ആ ഫോൾഡർ MPG321.exe എന്നുള്ള ഫയൽ ഉപയോഗിച്ചിട്ട് welcome.mp3 പ്ലേ ചെയ്യണം എന്നുള്ളതാണ് ഉദ്ദേശം. അല്ല വേറെ ഒന്നുമില്ല. കഷ്ടപ്പെട്ട് അത്ര പേടിക്കുന്നുണ്ടാണ്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഒന്നും കൂടി റൺ ചെയ്യാണ്. ഇതെങ്ങനെ ഉണ്ടെന്ന് ഞാൻ ഫോൺ വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. വ്യത്യാസം എന്താണെന്ന് നോക്കിയോ. When the days are cold and the cards all fold, and the saints we see are all made of gold, when your dreams all fail and the ones we hail are the worst of all and the bloods run stale, I want to hide the truth, I want to shelter you, but with the beast inside, there's nowhere we can hide. No matter what we breed, we still are made of greed. This is my kingdom come, this is my kingdom come. When you feel my heat, look into my eyes. It's where my demons hide. It's where my demons hide. Don't get too close. It's dark inside. It's where my demons hide. It's where my demons hide. At the curtain's call is the last of all. When the lights fade out, all the sinners crawl. So they dug your grave and the masquerade will come calling out at the mess you've made. രണ്ടെണ്ണം കണ്ടില്ലേ. ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടതെന്ന് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങളിപ്പോൾ ബോട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഓൺലൈനിലാണ് ഹോസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മറ്റത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ അത് നിങ്ങളുടെ ആവശ്യം അനുസരിച്ചിട്ടാണ്. ഏത് എഞ്ചിനിലാണ് വർക്ക് ചെയ്യുന്നത്, നിങ്ങൾക്ക് എന്താണ് ഇതിന് ഉപകാരം നോക്കിയിട്ടാണ്. അപ്പോൾ റാസ്ബെറി പൈലൊക്കെ ആകുമ്പോൾ PYTX ഉപയോഗിക്കണം നല്ലത്. കാരണം അത് ലോഡായി നിറയെ നേരം എടുക്കില്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻബിൽട്ട് എഞ്ചിൻസ് ഉപയോഗിക്കാവും നല്ലത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമാണ് ഏതാ ഉപയോഗിക്കേണ്ടതെന്ന്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.